അർപ്പിത് മോൻ എവിടെ പോയതാണോ? രാവിലെ ഇവിടുന്ന് പോയതല്ലേ? ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ ഇനി? ആ മിനിയാണെങ്കിൽ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പാവത്തിന് നല്ല വിഷമമുണ്ട്. ഇനിയൊന്നും കഴിച്ചില്ലെങ്കിൽ തലകറങ്ങി വീഴും. കുറച്ച് തണുത്ത വെള്ളം കൂടി കൊടുക്കാം. നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അർപ്പിത് മോൻ തിരിച്ചു വരും. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. എന്റെ കൊച്ചിനെ ഇനി ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ ഇതുവരെ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സജീവ. നമ്മളെന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അവരന്വേഷിക്കുന്നുണ്ടാവും. അർപ്പിതിനെ നമുക്ക് തിരിച്ചു കിട്ടും. എടി മിനി, നീ വെള്ളമെങ്കിലും കുടിക്ക്. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ? തല കറങ്ങി വീഴും നീ. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ശാലിനി ചേച്ചി. ഞാൻ അവനെ സ്കൂൾ വരെ കൊണ്ടുപോയി വിട്ടതല്ലേ. അകത്തേക്ക് കയറ്റി വിട്ടാൽ മതിയായിരുന്നു. എന്നാൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഇനിയിപ്പം അർപ്പിതിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. നീ ആ വെള്ളം മേടിച്ച് കുടിക്ക്. ഭക്ഷണം കഴിക്കാതിരുന്നാല് അർപ്പിത് തിരിച്ചു വരുമോ? എനിക്ക് എൻ്റെ അച്ഛനെയും ആൻറ്റിയും കാണണം. ആരെങ്കിലും എന്നെ രക്ഷിക്ക്. എനിക്ക് എൻ്റെ അച്ഛനെയും ആൻറ്റീനെയും കാണണം. ആരെങ്കിലും ഓടിവായോ, എന്നെ രക്ഷിക്കണേ. ഇവരെന്നെ തട്ടിക്കൊണ്ട് വന്നതാണേ, എന്നെ രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് ഓടിവായോ. ഇവിടെ ആരുമില്ലേ? മനസാക്ഷിയുള്ള ഒരുത്തനും ഇല്ലേ ഇവിടെ എന്നെ രക്ഷിക്കാൻ? എൻ്റെ മോനെ നീ ഇവിടുന്ന് വിളിച്ചു കൂവിട്ട് ഒരു കാര്യമില്ല. ആരും തന്നെ രക്ഷിക്കാൻ വരില്ല. നീ ഇവിടുന്ന് ഒച്ച വെച്ചാൽ ഒരു പ്രയോജനമുള്ളൂ. വെറുതെ മുതലാളിയുടെ ദേഷ്യം കൂട്ടാം, അത്ര തന്നെ. ചേട്ടാ, ഞാനൊരു പാവം. എന്നെ ഒന്ന് തുറന്നു വിടുവോ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത്? എന്നെ ഒന്ന് വെറുതെ വിടൂ. ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഇത് മുതലാളി പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ. എനിക്ക് മോനോട് ഒരു വിരോധമില്ല. മുതലാളി പറയുന്ന പോലെയല്ലേ എനിക്ക് കേൾക്കാൻ പറ്റൂ. മോന്റെ അച്ഛൻ പൈസ കൊണ്ടുവരുന്നവരെ ഇവിടെ നിൽക്കേണ്ടി വരും. മോനെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചോ? എന്തായാലും സമയമെടുക്കും. കഴിക്കും മോനെ. നീ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ, ഇതെങ്കിലും കഴിക്ക്. നിനക്കെന്താടാ അവനെ കൂട്ടാൻ ഇത്ര ഉത്സാഹം? നിന്റെ അമ്മ പ്രസവിച്ചതാണോ അവന്? അവന് വേണമെങ്കിൽ അവൻ കഴിച്ചോളും. നീ വലിയ നിർബന്ധിക്കാനൊന്നും പോകണ്ട. ഒന്നുമില്ലെങ്കിൽ 7-8 എത്തി ചെക്കനല്ലേ. അത് പിന്നെ മുതലാളി, അവനെ കാണുമ്പോ എനിക്ക് എന്റെ മോനെ ഓർമ്മ വരുന്നു. അതാ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു. നിന്നോട് പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതി. ഇപ്പൊ നീ പോയിക്കോ. അങ്കിൾ രമേശ്, നിങ്ങൾ എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? ഞാൻ നിങ്ങളോട് എന്താ ചെയ്തത്? നീ എന്താടാ മോനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ വിചാരിച്ച പോലെ ഞാൻ അത്ര പാവമൊന്നുമല്ല. നിന്റെ അച്ഛൻ എന്നോട് ചെയ്തതിനുള്ള പ്രതികാരമാടാ ഇപ്പൊ ഞാൻ നിന്നെ ചേർക്കുന്നത്. നിന്റെ തന്തയുണ്ടല്ലോ, ആ സജീവൻ, അയാൾ 1 ലക്ഷം രൂപ ഇവിടെ എത്തിക്കാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. ഇനി അയാൾ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ ശവമായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത്. അങ്കിൾ, എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു തരുമോ? എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇവിടെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ? അവൻ അവന്റെ അച്ഛനെ വിളിക്കണം പോലും. നിന്റെ അച്ഛനാണ് എന്റെ ഫോൺ റീചാർജ് ചെയ്തു തരുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചതല്ലേ ഉള്ളൂ. അത് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? നിനക്കിഷ്ടപ്പെടുന്ന പോലെ പറയാൻ ഞാൻ നിന്റെ അച്ഛനൊന്നും അല്ല. എന്റെ വായിന്ന് ഇങ്ങനെ വരൂ. എന്നാലും ആ പാവ അർപ്പിത മോൻ, അവൻ ആരാണ് പിടിച്ചോണ്ട് പോയത്? അവനാണെങ്കിൽ ആ ഒരു കുഴപ്പത്തിൽ പോകാത്തൊരു കുട്ടിയാ. എന്റെ പഠിച്ചവനെ, നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഒരു പാവം കുട്ടീനല്ലേ കാണാതായിരിക്കുന്നേ. ഓനൊന്ന് വേഗം അവന്റെ വീട്ടിലെത്തിക്ക്. റഷീദിക്കാനോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൂന്റെ വീട്ടിലേക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. റഷീദിക്ക, ഇക്ക. നിനക്കെന്താ വേണ്ട സൗമ്യ? ഇക്കൊക്കെ അറിയില്ലേ അർപ്പിതനെ? ഓനെ ഇന്ന് രാവിലെ തൊട്ട് കാണുന്നില്ല. കുറേ തെരഞ്ഞു, എവിടെയും കാണുന്നില്ല. ഞാനൊന്ന് ഓന്റെ വീട്ടിലേക്ക് പോട്ടെ. അർപ്പിത ഒരു പാവം കുട്ടിയാ. ഓന്റെ വീട്ടുകാരും അങ്ങനെയാ. ഓന്റെ വീട്ടിൽ ചെന്നാല് ഓർക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസമായേനെ. നീ ഇന്ന് ഇനി എവിടെയും പോകുന്നില്ല. അല്ലെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ ഒക്കെ വീട്ടിൽ ടീച്ചർ പോകേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പണ്ട് തൊട്ട് ശ്രദ്ധിക്കുന്നതാ. ആ അർപ്പിതമായിട്ട് നിനക്കെന്താ ഇത്ര അടുപ്പം? എല്ലാ സ്റ്റുഡൻസിനെ പോലെ ഒരാൾ തന്നെയല്ല അവനും. നീ എന്തിനാ സുമയ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം ഇടപെടുന്നത്? സ്കൂളിലെ കാര്യം സ്കൂളിൽ, വീട്ടിലെ കാര്യം വീട്ടിൽ, അങ്ങനെ മതി ഇനി തൊട്ട്. ഇതാണ് ഓളുടെ കുഴപ്പം. വെറുതെ ആവശ്യമില്ലാത്തടത്തെല്ലാം കയറി ചെന്നിട്ട് അതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരും. എൻ്റെ ഉമ്മാനെ ജയിലിലാക്കിയിട്ട് മതിയായില്ല നിനക്ക്? ഇനി എന്ത് പ്രശ്നമാണ് നീ കൊണ്ടുവരുന്നത്? മിനി, നീ ഇങ്ങനെ കരയാതെ. കരഞ്ഞാൽ കാണാതെ പോയ അർപ്പിത് തിരിച്ചു വരുമോ? ഇല്ലല്ലോ. അത് തന്നെയാ ചേച്ചി എനിക്ക് ഇവളോട് പറയാനുള്ളത്. ഇങ്ങനെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനെല്ലാം കരഞ്ഞാൽ പിന്നെ അതിന് സമയം കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് അർപ്പിതിനെ കണ്ടുപിടിക്കണം. അതാ മെയിൻ കാര്യം. സജീവ, നീ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നോ? ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി കൊടുക്കണേ. അതൊക്കെ നേരത്തെ തന്നെ കൊടുത്തായിരുന്നു ചേച്ചി. അവര് അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ ഇതുവരെ ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. നമുക്കിനി നോക്കാം. ഡാ സജീവ, നിന്റെ ഫോണല്ലേ അടിക്കുന്നേ? എടുത്തു നോക്ക്. ഹലോ, ആരാ വിളിക്കുന്നേ? ഹലോ, കേൾക്കുന്നില്ല. ഹലോ, നിങ്ങളൊന്ന് ഉറക്കെ പറ. എനിക്കൊന്നും കേൾക്കുന്നില്ല ഇവിടെ. ഹലോ മിസ്റ്റർ സജീവ്, നിങ്ങളുടെ മകൻ അർപ്പിത് സജീവ് ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ ശവം മാത്രം നിങ്ങൾക്ക് കിട്ടൂ. ഇപ്പോൾ സമയം കൃത്യം 5 മണി. നിങ്ങൾക്ക് 2 മണിക്കൂർ സമയമുണ്ട്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഒന്നുകിൽ പൈസ അയക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ ശവം കൊണ്ടുപോവുക. പോലീസിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം മിസ്റ്റർ സജീവ്. നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ജീവനോട് കിട്ടില്ല. മകനെ, നിന്റെ അച്ഛൻ ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ കാണും. ഈ കത്തി ഉണ്ടല്ലോ, നല്ല മൂർച്ചയുള്ളതാ. ഒറ്റ വെട്ടിന് നിന്റെ കഴുത്തിനെ കണ്ടിക്കും. കേട്ടല്ലോ?